മോളെ ആ എന്താണ്? കിടക്കുന്നില്ലേ? ആ ഞാനിപ്പോ കിടക്കും. നാളെ നീ പോകുന്നുണ്ടോ? ആ നാളെ പോണം. പോണുണ്ട്. അവര് പോയില്ലെങ്കിലായി. മോട്ടു നമുക്ക് കിടക്കാം. നാളെ പോണം. Very good, very good. Come on. Come on. Yes, come on, come on, come on. അതെ ഇതെത്ര ചേട്ടാ? യെസ്. എടാ മോനെ അതൊന്ന് നോക്കിയിട്ട് പറയടാ. വാടാ കേറി വാ, കേറിക്കോളൂ. എടാ പെട്ടെന്ന് വാടോ. എന്നും ഇങ്ങനെ ലേറ്റ് തന്നെയാണോ? എന്തോടോ ഞെട്ടി നിൽക്കുന്നത്? അവിടെയല്ലടോ, ഇവിടെ ഇരിയടോ. എന്തു പറ്റി പറയടോ. അമ്മേ, എനിക്ക് കുറച്ചു ദിവസം പ്രശ്നമുള്ള പോലെ. എന്ത് പറ്റി നിനക്ക്? അല്ല, ഈ ഒരാളെ പോലെ കുറെ പേരുണ്ടാവോ? നീ എവിടെയാ ഉള്ളത്? പെട്ടെന്ന് വീട്ടിലേക്ക് വാ. അമ്മേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്തുണ്ട്. ഞാൻ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുറച്ച് ലേറ്റ് ആവും. എന്നാ അധികം താമസിക്കണ്ട. ശരി ശരി. എങ്ങനെയാ അപ്പൊ ഡോക്ടർ പൊളിയല്ലേ? നിങ്ങൾ പല സ്ഥലത്ത് കാണാലോ. നിങ്ങൾ ആളെ കൺഫ്യൂഷൻ കാണോ? കോളേജിൽ പോയി ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കൂ പ്ലീസ്. ഇയാൾ കണ്ടത് എന്നെ തന്നെയാ. എന്നോട് ദേഷ്യപ്പെടുന്നു വേണ്ട, ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു യുണീക്നെസ് വേണം. നമ്മൾ PSC എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് എക്സാക്ട്ലി ഫെയിലിയർ ആവും. അപ്പൊ നമ്മൾ ഡോക്ടർ പണി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മോഡലാവും, അല്ലെങ്കിൽ ഞാൻ ഫിറ്റ്നസ് ട്രെയിനറായി വർക്ക് ചെയ്യും. ഇനിവേ ഞാൻ കുറച്ച് ബിസിയാണ്. ഓക്കെ, ജീവിതം ഒന്നേയുള്ളൂ. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ നിങ്ങളെല്ലാം തികയുമെന്നും സേഫ് ആവുമെന്നും തെറ്റിദ്ധരിക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. ആഗ്രഹിച്ച ജോലി നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷേ ചെയ്യുന്ന ജോലി അത് ഏതായാലും അത് ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് സന്തോഷമുണ്ടാവും.